ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമറ യൂണിറ്റ് ആണ്. ഈ മോളിൽ കൊടുത്തേക്കുന്ന 2 ഫ്ലഡ് ലൈറ്റുകൾ കണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ക്യാമറ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ 2 ലൈറ്റുകളും വീട്ടിൽ തെളിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെറിയൊരു ക്യാമറ കണ്ടോ? ഇത് അത്ര ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. 4 മെഗാ പിക്സൽ ക്വാഡ് HD ക്യാമറയാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്ന ചെറിയ സാധനം കണ്ടോ? ഇതൊരു PIR മോഷൻ സെൻസറാണ്. ഈ ഒരു ക്യാമറയെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. വൈഫൈ കണക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഈസി ക്യാം എന്നുള്ള മൊബൈൽ ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു CP-F41A എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ആപ്പാണ്. പ്ലേ ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബാക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ മോഷൻ ഡിറ്റക്ഷൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് മോഡ് നമുക്ക് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്മാർട്ട് മോഡുണ്ട്, ഇൻഫ്രാറെഡ് മോഡുണ്ട്, കളർ മോഡുണ്ട്. അതായത് ഇതൊരു ഫുൾ ടൈം കളർ ക്യാമറയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് ഇനി സൈറൺ അടിപ്പിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലൈറ്റ് തെളിയിക്കാൻ കണ്ടോ? നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് ആ ഒരു ലൈറ്റ് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാം. ഇനി ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാം കേട്ടോ. വെട്ടം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അത്യാവശ്യം നല്ല പ്രകാശമുണ്ട് കേട്ടോ. നല്ല വെട്ടമാണ്, നല്ല ബ്രൈറ്റ് ലൈറ്റുമാണ്. പിന്നെ ഇവിടെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ടൈമർ ഞാനിപ്പോൾ ഒരു ഇവിടെ ഞാൻ 12:54 ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ 12:55 ഓഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, മെസ്സേജസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഡിക്റ്റേറ്റ് ചെയ്തേക്കാനാണ് നിങ്ങളെ കാണുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് നോട്ടിഫിക്കേഷനും ഫോണിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലൗഡ് ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ആക്ടിവേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലൗഡ് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചെറിയൊരു പേയ്മെൻറ്റ് ചോദിക്കും. അത് മറ്റുള്ള കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കണം കേട്ടോ. ഇതുണ്ട് 199 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തേക്ക് നമുക്ക് വാലിഡിറ്റി കിട്ടുന്നൊരു പ്ലാനുണ്ട്. അത് 7 ദിവസത്തെ വീഡിയോ എപ്പോൾ നോക്കിയാലും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് 1799 രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ഈ കാണുന്നത് ഒരു PIR മോഷൻ സെൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു PIR മോഷൻ സെൻസർ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് തരാൻ വേണ്ടിയിട്ടാണ്. 100% അലേർട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും ഹ്യൂമനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ളിൽ മൈക്കുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ഇതിനുള്ളിലൊരു സ്പീക്കറും വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നതാണ്. വളരെ വലിയൊരു ഒച്ചയൊന്നും അല്ല, കാരണം ഈ ഒരു ക്യാമറ നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പീക്കറും അത്രയും തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു സൗണ്ടിൽ നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഈ ക്യാമറ മാത്രമാണ് പ്ലാസ്റ്റിക് വരുന്നത്. ബാക്കി ഇതിൻ്റെ ബേസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മെറ്റൽ തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു 3 വയറുകൾ കാണാൻ പറ്റും. ന്യൂട്രലും ഫേസും എർത്തുമാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ തന്നെ വലിയ ഒരു എന്താ പറയുക, 2 ലൈറ്റ് ഇരിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു ക്യാമറ കൊണ്ട് വെച്ചു എന്നുള്ളൊരു ഫീലൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. 2 ലൈറ്റുകൾ ഇരിക്കുന്നു, അതിൻ്റെ നടുവിൽ ഒരു കുഞ്ഞു ക്യാമറ, അത്രയേ ഉള്ളൂ. അതായത് ഒരു ഓക്വേറ്റേഴ്സ് നമുക്ക് ഫീൽ ചെയ്യില്ല. വീടിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലൊക്കെ നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഈ വലിയ സ്ക്രൂ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. ആ ഒരു സ്ക്രൂ നമുക്കിത് ഇതേപോലെ ക്യാമറയുടെ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കടത്തി നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോക്സിലേക്കായിരിക്കും ആ ഒരു സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ടൈറ്റ് ആക്കി വയ്ക്കും. ഈ ഒരു വയറൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെയുണ്ടോ, ഈ ഒരു ബോക്സിലായിരിക്കും ഈ ഒരു ക്യാമറ ഫുള്ളായിട്ട് പിടിച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാമറ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് ലൈറ്റിന് ലൈറ്റുമായി, ക്യാമറയ്ക്ക് ക്യാമറയുമായി. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന 100 ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഒരു ഓഫറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് അയച്ചാൽ മാത്രം മതി. പ്രൈസ് നിങ്ങൾക്ക് വാട്സാപ്പായിട്ട് തന്നെ ഞങ്ങൾ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.